ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. പായസം വെക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് വറുത്ത് കോരാം. ഇനി കുറച്ച് മുന്തിരി കൂടി ഇടുന്നുണ്ട്. മുന്തിരിയും ഇളക്കി കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അതേ പാത്രത്തിൽ അതേ നെയ്യിലേക്ക് പായസത്തിൻ്റെ സേമിയ ഇട്ട് വറുത്തെടുക്കുക. 100 ഗ്രാം സേമിയാണ് ഞാൻ എടുക്കുന്നത്. ഞാനിപ്പോൾ പായസം വെക്കുന്നത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പാത്രം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് സേമിയ പെട്ടെന്ന് ചൂടായി കിട്ടും. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സേമിയ ഇട്ട് കഴിഞ്ഞാൽ ഒപ്പത്തിന് ഇളക്കണം, അല്ലെങ്കിൽ ചിലത് ചൂടായി കിട്ടും, ചിലത് ചൂടായി കിട്ടില്ല. അപ്പോൾ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിക്കുകയാണ്. 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. പാലൊഴിച്ചതും സേമിയ ഇളക്കണം, അല്ലെങ്കിൽ സേമിയ കട്ട പിടിക്കും. പാത്രത്തിൻ്റെ സൈഡ് ഒട്ടി നിൽക്കുന്നതെല്ലാം ഈ പാലിലേക്ക് ഇടുന്നുണ്ട്. 1 ലിറ്റർ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ സേമിയ വേകാൻ വയ്ക്കുമ്പോൾ 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും 100 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. സേമിയ നന്നായി ഇളക്കി കട്ടയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചൗവരിയാണ്. 50 ഗ്രാം ചൗവരിയാണ് വെള്ളത്തിലിട്ട് അരമണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സേമിയ ഇട്ടതും അപ്പം തന്നെ ചൗവരി ഇടണം, എന്നാലേ രണ്ടിൻ്റെയും വേവ് കറക്റ്റ് ആവുകയുള്ളൂ. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ പാലിൽ പാട കെട്ടും. അതുമാത്രമല്ല, പാല് തിളച്ച് വെളിയിലും പോകും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചവ്വരിയും സേമിയയും വെന്തു. പാല് നന്നായി കുറുകി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ കൂടി പാലൊഴിക്കുന്നുണ്ട്. ആദ്യം 1 ലിറ്റർ പാല് ചേർത്തു, ഇപ്പോൾ 1/2 ലിറ്ററും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർക്കണം. പാലൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം മധുരം ചേർക്കാം. അപ്പോൾ ഞാനിതിൽ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. പഞ്ചസാരയും പാലും ചേർത്ത് വീണ്ടും ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇളക്കാൻ മറക്കരുത്, ഇളക്കിയില്ലെങ്കിൽ പാലിൽ പാട കെട്ടും. പായസം അത്യാവശ്യം ഇപ്പോൾ ലൂസുണ്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കണം. ഇത് ആറുന്ന സമയത്ത് നന്നായി കുറുകും. അപ്പോൾ ഇവിടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കൂടുതൽ ചേർക്കാം. ഇവിടെ കുട്ടികൾ പായസം കഴിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വയ്ക്കും, കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കഴിക്കുന്നവർക്ക് കൂടുതൽ ചേർക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.